പച്ചരിച്ചോറ് വീട്ടിൽ കഴിച്ച് വിഷമിച്ച ഒരമ്മ വേറെ ദേശത്ത് വിരുന്നിന് ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോഴും കിട്ടിയതും പച്ചരിച്ചോറ്. വേദനഭാവം നടിക്കാതെ പച്ചരിച്ചോറ് തിന്നുമ്പോൾ ഭഗവാനോട് ആ സ്ത്രീ പ്രാർത്ഥിച്ചു, ഇത്രയും പരീക്ഷിക്കണോ എന്നെ ഭഗവാനെ, അടുത്ത ജന്മമെങ്കിലും നല്ല ചോറ് തരണേ. അന്ന് രാത്രിയിൽ ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് ചൊല്ലിയത് ഇങ്ങനെ, പച്ചരിയും ഉണക്കലരിയും ഇത് രണ്ടുമുണ്ടായത് നെൽവിത്തിൽ നിന്ന് തന്നെ. ഇത് രണ്ടും ഒരമ്മയുടെ മക്കൾ തന്നെ. അവ രണ്ടും എനിക്ക് തുല്യമാണ്. ഇത് സ്വപ്നത്തിൽ കേട്ട ഈ അമ്മ ഉറക്കത്തിൽ ചിരിയോട് ചിരിയാചിരി കൂടെയുള്ള മക്കൾ കേട്ട് കാര്യം തിരക്കി. അപ്പോൾ ആ അമ്മ പറഞ്ഞതിങ്ങനെ, ഏതോ ഈശ്വരൻ വന്ന് എന്നെ തലോടി. ആ തലോടലിൽ ഒരു കാര്യം ഞാൻ പഠിച്ചു മക്കളെ. അതുകൊണ്ട് വിശപ്പിനേക്കാൾ വലിയ അരി ഭൂമിയിലില്ല. എനിക്കിനി ഏത് അരിയായാലും കുഴപ്പമില്ല. വിശപ്പടങ്ങണമെന്ന് മാത്രമെന്ന് പറയലും അവർ മലർന്നടിച്ചു വീണു മരിച്ചു. അത് കഴിഞ്ഞ് ആ അമ്മ പിന്നത്തെ ജന്മം നല്ലൊരു ജന്മിയുടെ മകളായി, ഒരു പാട് കൃഷിയിടമുള്ള വീട്ടിലെ മകളായി ജന്മമെടുത്തു. അതുകൊണ്ട് എനിക്ക് എന്താ ഇത്ര കഷ്ടപ്പാട് എന്ന് ചിന്തിക്കുന്നവരോട് ഭഗവാൻ ഒന്നേ പറയുന്നുള്ളൂ, 10 ഗുണം വിത്തിന് എന്ന ചൊല്ല് എന്നത് വ്യക്തമാണ്. കാരണം ആ അമ്മ ഭഗവാനോട് പറഞ്ഞിരുന്നത് അടുത്ത ജന്മമെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടണേ എന്നാണ്. നമോ നാരായണായ.